ഹായ്, ഞാനേ എവിടെ പോണേന്ന് മനസ്സിലായ? താനെ റെയിൽവേ സ്റ്റേഷൻ വരെ പോവുക. നമ്മൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്. ഈ ഗൾഫിൽ നിന്ന് സർപ്രൈസായിട്ട് മോൻ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വരുന്നത്, അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് വരുന്നതൊക്കെ സർപ്രൈസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു സർപ്രൈസിന് ഭാഗമാകാനായിട്ടാണ് നാട്ടിൽ നിന്ന് നമ്മളെ കൊല്ലത്തുനിന്ന് മുംബൈയിലോട്ട് വരെയാണ് ഒരു ഭാര്യ 2 പിള്ളേരെയും കൊണ്ട്. അപ്പം ഞാനിതുപോലെ മുംബൈയിൽ എൻ്റെ 2 കൊച്ചു പിള്ളേരെയും ഭാര്യയായിട്ട് ഞാൻ മുംബൈയിൽ വന്ന സമയത്ത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു മനുഷ്യനുണ്ട്, ഞങ്ങളെ രതീഷ് ഏട്ടൻ. കല്യാൺ റെയിൽവേ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന രതീഷ് ഏട്ടൻ. അങ്ങനെ പുള്ളി ഏകദേശം 1 വർഷത്തോളമായി പുള്ളി നാട്ടിൽ പോയിട്ട്. അപ്പോൾ അങ്ങനെ രതീഷ് ഏട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഭാര്യ വരെയാണ് സർപ്രൈസായിട്ട്. ഇന്ന് മോർണിംഗ് ആണ് നീതി ചേച്ചി എന്നെ വിളിച്ചത്. സായത്തെ ഞാനിങ്ങനെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, അങ്ങോട്ട് വരുന്നുണ്ട്, രതീഷ് ചേട്ടന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ചേട്ടാ ഇതുവരെ അറിഞ്ഞിട്ടില്ല, നമുക്കെന്നാൽ ചേച്ചി പോയി പിക്ക് ചെയ്തിട്ട് വരാം, അങ്ങോട്ട് പോവാം. അങ്ങനെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഒരു ആട്ടോ പിടിച്ച് ഞങ്ങളുടെ കല്യാൺ സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിലേക്കുള്ള വാക്കിംഗ് ബ്രിഡ്ജാണിത്. ഇനി വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ കല്യാൺ സ്റ്റേഷനെ ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഴയ ഗുഡ്സ് യാർഡിനെ ഒന്നുകൂടെ പുതുക്കി പണിയുന്നതിൻ്റെ പണിയാണ് ഈ നടക്കുന്നത്. ഇതോടുകൂടെ നമ്മുടെ കല്യാൺ സ്റ്റേഷൻ കുറച്ചുകൂടെ ഒന്ന് വലുതാവുകയും പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം കൂടുകയും ചെയ്യും. പിന്നെ ട്രെയിനുകൾ വന്നു പോകുന്നതിനും കുറച്ച് എളുപ്പമാവും. കൂടാതെ തിരക്കിനും കുറച്ചൊരു ആശ്വാസം ഉണ്ടായിരിക്കും. നല്ല തിരക്കാണ് നമ്മൾ ഈ കല്യാൺ സ്റ്റേഷനിൽ. അപ്പോൾ ആ സ്റ്റേഷനിലെ തിരക്കും കുറച്ചുകൂടെ ഒന്ന് കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇങ്ങനെയാണ് പ്ലാറ്റ്ഫോമിൻ്റെയും ഈ ട്രെയിൻ പാളത്തിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നത്. പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ CST വണ്ടി വന്ന്. സ്കൂൾ വിട്ടതുപോലെയാണ് വണ്ടി വരുമ്പോൾ ആൾക്കാർ ഓടിയെത്തുന്നത്. എങ്ങനെയെങ്കിലൊക്കെ കുത്തി തള്ളിയൊക്കെ അകത്ത് കയറി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അങ്ങനെ താനയിലോട്ടുള്ള യാത്രയാണ്. താനയിൽ ഇറങ്ങണം. പിന്നെ കയറാൻ മാത്രമേ പാടുള്ളൂ, ഇറങ്ങാനാണെങ്കിൽ നല്ല എളുപ്പമാണ്. വെറുതെ അങ്ങ് നിന്ന് കൊടുത്താൽ മതി, ബാക്കിൽ നിന്ന് ആൾക്കാർ ഇടിച്ചങ്ങ് ഇറക്കിക്കോളും. അങ്ങനെ ഇറങ്ങി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ നേത്രാവതി ഇങ്ങെത്തി. ഇനി നമുക്ക് നമ്മുടെ സർപ്രൈസ് കാരിയുടെ എൻട്രിയാണ്. നമുക്ക് ചേച്ചിയെ പരിചയപ്പെടാം. ഇനി തിരിച്ച് കല്യാണിലോട്ട് ലോക്കൽ ട്രെയിൻ പിടിച്ച് പോകുന്നത് നല്ല തിരക്കുള്ള ടൈമാണ്. അതുകൊണ്ട് അത് പാടായതുകൊണ്ട് പുറത്തിറങ്ങി നമ്മളൊരു ഓല ടാക്സി ബുക്ക് ചെയ്ത് കല്യാണിലോട്ട് തിരിച്ചു. ചേച്ചിയും പിള്ളേരും നല്ല കട്ട ത്രില്ലിങ്ങിലാണ്. രതീഷ് ചേട്ടനെ കാണുമ്പോൾ ഉള്ള അവസ്ഥ, ചിലപ്പോൾ ചേട്ടൻ ചൂടാവും, ചിലപ്പോൾ ചേട്ടൻ കരയും. എന്താണെങ്കിലും നമുക്ക് കണ്ടറിയാം. നമ്മുടെ നീതി ചേച്ചി നാട്ടിൽ ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറാണ്, കരുനാഗപ്പള്ളിയിൽ. പിന്നെ മൂത്തയാൾ കല്യാണിക്കുട്ടി, ഇളയാൾ അത് കുട്ടൻ. അങ്ങനെ ഞങ്ങൾ ഏകദേശം കല്യാണിലെത്തി. ഞങ്ങൾ പോകുന്നത് നേരെ എൻ്റെ വീട്ടിലോട്ടാണ്. രതീഷ് ചേട്ടനെ നമുക്ക് അവിടെ എന്തെങ്കിലും കള്ളത്തനം പറഞ്ഞ് വിളിച്ച് വരുത്താം. അങ്ങനെ വീടെത്തി. രതീഷ് ചേട്ടനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. നല്ല കിടിലം കോഴി ബിരിയാണി ഉണ്ട്, വാ ചേട്ടാ കഴിക്കാന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരിക്കുകയാണ്. ആശ ഇപ്പം എത്തും, എന്താണെന്ന് നോക്കാം നമുക്ക്. കമോൺ വാ ചേട്ടാ, വാ ഇങ്ങോട്ട് വാ, അത്തോട്ട് വാ. എന്തൊരു ഇതിൽ കൂടുതൽ സർപ്രൈസ് എന്തിനുണ്ട് മാൻ? കരയിപ്പിക്കല്ലേ ഈ ഒരു. അങ്ങനെ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ആശാൻ്റെ കൺട്രോൾ അങ്ങ് പോയി. ശരിക്കും 2 മാസം കൂടുമ്പോൾ നാട്ടിൽ പോയിക്കൊണ്ടിരുന്ന മനുഷ്യനാണ്. ഇപ്പം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് 1 വർഷമായി പോയില്ല. അങ്ങനെ നല്ല കിടില ഒരു സർപ്രൈസാണ് എന്തായാലും നീതി ചേച്ചി രതീഷ് ചേട്ടന് കൊടുത്തത്. ശരിക്കും ഇങ്ങനെയുള്ള സർപ്രൈസ് വീഡിയോകൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത്, കൊടുക്കുന്ന ആളുടെയും കിട്ടുന്ന ആളുടെയും ഒരു ഫീലും യാഥാർത്ഥ്യവും. ശരിക്കും കണ്ണും നിറഞ്ഞ് മനസ്സും നിറഞ്ഞു. ഇനി സഫ്ന ഇവർക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിൽ കിച്ചണിലാണ്. ഒന്ന് പോയി നോക്കാം. സർപ്രൈസ് ആയതുകൊണ്ട് സഫ്നയും ലേറ്റായിട്ടാണ് അറിയുന്നത്. അങ്ങനെ അവൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കിച്ചണിലെല്ലാം സെറ്റ് ചെയ്തത്.
അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു. എന്തായാലും വീട്ടിൽ ഒരൊറ്റ മനുഷ്യൻ്റെ അടുത്ത് പറയാതെ നിൽക്കണ നിപ്പിൽ പിള്ളേരെയും കൊണ്ട് പ്രിയതമന് സർപ്രൈസ് കൊടുക്കാൻ വന്ന നീതി ചേച്ചി പൊളിച്ചടുക്കി. അപ്പോൾ ഓക്കേ.